നമസ്കാരം, ഞാൻ ഡോക്ടർ ദിനേശ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ താപനില വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാലഘട്ടത്തിൽ, അതായത് താപനില ഇങ്ങനെ ഉയരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസും കൂടുതലാണ്. ശരീരത്തിൽ തളർച്ച, തലകറക്കം, സൂര്യാഘാതം മുതലായവ ഇതിന് ഉദാഹരണമാണ്. ഇതിനെ നമ്മൾ നേരിടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ ആയുർവേദത്തിൽ സീസണൽ ബേസിലായിട്ട് പല രീതിയിലുള്ള ജീവിതചര്യകൾ പറയുന്നുണ്ട്. വേനൽക്കാലത്ത് എങ്ങനെ ശീലിക്കണം, മഴക്കാലത്ത് എങ്ങനെ ശീലിക്കണം, അത്തരത്തിൽ നമ്മളെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം എന്നുള്ള ആചാര്യം പണ്ട് മുതൽക്കേ കൃത്യമായി പറഞ്ഞു പോന്നിട്ടുണ്ട്. നമ്മൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുക എന്നുള്ളതാണ്. അതിനായി തന്നെ നമ്മളെ സയൻസിൽ, നമ്മുടെ ആയുർവേദത്തിൽ കൃത്യമായ ചില ഉപായങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മൺകലത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തണുത്ത വെള്ളം യൂസ് ചെയ്യുക. നമ്മൾ കുടിക്കുന്നതിന് വേണ്ടി നമ്മൾ ദാഹശമനിയായിട്ട് രാമച്ചം ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാവർക്കും സുലഭമായിട്ടുള്ള മോര്, തൈരുന്നുണ്ടാക്കുന്ന മോര് യൂസ് ചെയ്യുക. പിന്നെ സീസണൽ ഫ്രൂട്ട്സ്, ഇപ്പോഴത്തെ സീസണൽ ഫ്രൂട്ട്സ് നിങ്ങൾക്കറിയാം, ചക്ക, മാങ്ങ, പപ്പായ മുതലായവയാണ് സീസണൽ ഫ്രൂട്ട്സ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ ആചാര്യൻ നമ്മളെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്, നിങ്ങൾക്ക് എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനും തളർച്ച കുറയ്ക്കുന്നതിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് പറയുന്നുണ്ട്, ഖർജൂരാതി മന്ത്രം. ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ ലഭിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് വേണ്ടത് ഒരു 2 കാരക്ക, ഒരു 4 to 5 ഗ്രേപ്പ്, മുന്തിരി നിങ്ങൾക്ക് കുരു കളഞ്ഞ സാധാ മുന്തിരി എടുക്കാം, അല്ലെങ്കിൽ ഉണക്ക മുന്തിരി എടുക്കാം. പിന്നെ ഒരു 2-3 സ്പൂൺ മധുര. ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട്, നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ കുടിക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഇത്. നിങ്ങളുടെ തളർച്ച മാറ്റാനും എനർജി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളെ ഭക്ഷണ രീതി. ഏറ്റവും നല്ല ഭക്ഷണ രീതി പറഞ്ഞാൽ വെജിറ്റേറിയൻ ഡയറ്റാണ് ഈ ഒരു സീസണിൽ നല്ലത്. നമ്മളെ മാംസം പോലുള്ള ഐറ്റംസ് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. സോ മാക്സിമം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ഭക്ഷണത്തിൽ എരിവ്, പുളി, ഉപ്പ് എന്നിവയുടെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാവുന്ന ഘടകങ്ങളാണ്. സോ അതെല്ലാം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മളെ പൊതുവെ ആയുർവേദത്തിൽ പകലുറക്കം പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു സീസണിൽ മാത്രം ആചാര്യൻ നമുക്ക് പകലുറങ്ങാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉച്ച സമയത്ത് മാക്സിമം ഒരു അരമണിക്കൂർ, 15 to 30 മിനിറ്റ് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഡെയിലി കുളിക്കുന്നവർക്ക് കുളിയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. 2 നേരം നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാം. കുളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔഷധ ഗുണമുള്ള, ശരീരത്തിന് ശീത ഗുണം നൽകുന്ന രീതിയിലുള്ള തൈലങ്ങൾ നമുക്കുണ്ട്. അത് ഉപയോഗിച്ച് ശരീരത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കുളിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സമയക്രമം മാക്സിമം 12 to 3 മണിക്കുള്ളിലുള്ള പുറമേ ഇറങ്ങി നടക്കുന്ന കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ സീസണലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പാക്കേജുകൾ നമ്മൾ നൽകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വേനൽക്കാല സീസണിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ചികിത്സകളും ഭക്ഷണ രീതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ സമ്മർ പാക്കേജ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ട് അതിൽ ഭാഗമാകാവുന്നതാണ്. എന്തായാലും എല്ലാവരും മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.